അങ്ങനെ ഹലോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ കണ്ണൂരിൽ മറ്റൊരു ഫസ്റ്റ് കൂടി മലബാറിലെ ആദ്യത്തെ AC ബസ് സ്റ്റോപ്പിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സോറി, കേരളത്തിലെ ആദ്യത്തെ സോളാർ പവേർഡ് AC ബസ് സ്റ്റോപ്പ്. മലബാറിലെ മീൻസ് കൊച്ചിയിലെ AC ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇദ്ദേഹമാണ് ഇതിന്റെ ആള്. കണ്ണൂരിലെ തിരക്കേറിയ കാൾടെക്സ് ജംഗ്ഷനിൽ പുതിയൊരു ബസ് ഷെൽട്ടർ വന്നിരിക്കുകയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ച ബസ് ഷെൽട്ടറിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. ദുബായിലൊക്കെ ഉള്ളതുപോലെ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഈ ബസ് ഷെൽട്ടറിൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. കാൾടെക്സ് ജംഗ്ഷൻ നമുക്കറിയാം തിരക്കേറിയ ജംഗ്ഷനാണ്. തലശ്ശേരി ഭാഗത്തു നിന്നും മട്ടന്നൂർ ഭാഗത്തു നിന്നും തളിപ്പുറം ഭാഗത്തു നിന്നൊക്കെ ജോയിൻ്റ് ആവുന്ന തിരക്കേറിയ ജംഗ്ഷനാണ് കാൾടെക്സ്. എന്താണ് ഇതിൻ്റെ ഫീലിംഗ് എന്ന് നോക്കാം. ഹായ് ഗൈസ്, എങ്ങനെയുണ്ട് കൂളിങ്? നല്ല കൂളിങ് അല്ലേ? ബസ്സത്തേക്കാണോ? എങ്ങനെയുണ്ട്, തണുപ്പുണ്ടോ? ഹലോ സാർ, ഇദ്ദേഹമാണ് ഇതിൻ്റെ സാരഥി. നമുക്കിവിടെ കാണാം കൂൾവെൽ ജനറൽ ട്രേഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ് കാഞ്ഞങ്ങാട്. പിന്നെ കണ്ണൂർ മനോരമ ഓഫീസിൻ്റെ മുന്നിലായിട്ട് ഏറെ കാലമായുള്ള മൾട്ടി ബ്രാൻഡ് എയർ കണ്ടീഷൻ, അതായത് AC, മൾട്ടി ബ്രാൻഡ് ACയുടെ പരിപാടിയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാലായിരുന്നു. ഉദ്ഘാടനമായത് കൂടുതൽ ആളുകൾ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണ് ഇതിൻ്റെ സ്പോൺസർ അല്ലേ സാറേ? കോൾവെല്ലിൻ്റെ ഇതെങ്ങനെ ബിൽഡ് ചെയ്തിട്ട് കോർപ്പറേഷന് കൈമാറുന്നതാണോ അതോ മാനേജ്മെന്റ് കൈമാറാണല്ലേ? ഓപ്പറേറ്റീവ് തന്നെയാണ്. BOD അടിസ്ഥാനമാണോ അതോ മെയിൻ്റനൻസ് ഇവർ തന്നെയാണോ? ആഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എത്ര ചെലവ് വന്നിട്ടുണ്ടാവും? 45 ലക്ഷത്തോളം, ഏകദേശം 1.5 കോടി ചെലവിലാണ് ഈ ഹൈബ്രിഡ് AC ബസ് ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? ഇത് കേരളത്തിൽ ആദ്യമാണ്. കൊച്ചിയിലെ ഓൾറെഡി ഒരു AC ബസ് ഷെൽട്ടർ ഇല്ലേ? ഉണ്ട്. അത് സാധാരണ AC ബസ് ഷെൽട്ടറാണ്. ഇത് സോളാറിൽ വർക്ക് ചെയ്യുന്ന AC ബസ് ഷെൽട്ടറാണ്. അതായത് സോളാറിൽ വർക്ക് ചെയ്യുന്ന സോളാർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ കേരളത്തിലെ തന്നെ ബസ് ഷെൽട്ടറാണ് നമ്മുടെ കാൾടെക്സിൽ ഉദ്ഘാടനം ആയിട്ടുള്ളത്. നമുക്ക് കുറഞ്ഞ കറണ്ടിൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാതൃക ആക്കാൻ വേണ്ടി കാണിച്ചത്. ഇപ്പൊ സോളാറിൽ ഡേ ഫുള്ള് AC വർക്ക് ചെയ്യോ? മറ്റേ പവർ രാവിലെ മുതൽ രാത്രി 8 മണി. 8 മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അല്ല, അത്രയും സമയം ഈ സോളാറിൽ വർക്ക് ചെയ്യും. മറ്റേ പവറിന്റെ ആവശ്യമില്ല. അപ്പൊ കാര്യമായിട്ടുള്ള മാനേജ്മെന്റ് വരുന്നില്ല, ഐ മീൻ മെയിൻ്റെനൻസ് വരുന്നില്ല. മെയിൻ്റെനൻസ് എല്ലാം ഞങ്ങളുടെ ഉത്തരവാദിത്തം. രാവിലെ ഇത് ക്ലീൻ ആക്കേണ്ട കാര്യം, ഇതിൻ്റെ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടെങ്കിൽ അതിൻ്റെ ചിലവ്, ഇവിടെ വരുന്ന ചിലവെല്ലാം ഞങ്ങൾ തന്നെ വഹിക്കും. എന്തായാലും ഈ ഉദ്യമത്തിന് എല്ലാ ആശംസകളും. മെയിൻ്റനൻസ് ആണ് മെയിൻ. മെയിൻ്റനൻസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കാനൊന്നും പാടില്ല, വെള്ളം അതിനൊട്ടില്ല, ഒന്നും വെള്ളം പുറത്ത്. ഇവിടെ വരുന്നതെന്ന് ഒന്നില് ബസ് വെയിറ്റിംഗ് സെക്ടർ മാത്രമാണ്. ഇതൊരു പിന്നെ വിശ്രമ കേന്ദ്രമല്ല എന്ന് കൂടി വിശ്രമ കേന്ദ്രം. വെറുതെ അധിക സമയം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് എല്ലാ കാര്യം ഇവിടെ നടക്കുന്ന എല്ലാ കാര്യം കേട്ട ടൗൺ പോലീസ് സ്റ്റേഷനിലെ CCTV ഉണ്ട്. അകത്ത് CCTV ഉണ്ട്. എല്ലാ കാര്യങ്ങളും സ്റ്റേഷനിൽ കാണും. അവരുമായിട്ട് അപ്പോൾ ഇവിടെ ഒന്നും എന്ത് നടന്നാലും അവർ ബന്ധപ്പെടാൻ സാധിക്കും. താങ്ക് യു. വെൽക്കം. നിങ്ങളുടെ സഹായങ്ങൾ എന്താണ്? കൂടുതലിനോട് എപ്പോഴും സഹായിക്കണം. കൂടുതലിൻ്റെ GST സോളാർ ഇതൊക്കെയാണ് ഇവിടെ കണ്ണൂരും കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ് നമ്മുടെ ഷോറൂം നടന്നത്. കൂടുതൽ കണ്ണൂരിലെ ആദ്യത്തെ AC ഷോറൂമുകളിൽ ഒന്നല്ലേ? മലയാള മനോരമ മലയാള മനോരമ ഓപ്പോസിറ്റ്. ഓക്കെ, താങ്ക് യു. എന്താണ് അഭിപ്രായം കണ്ണൂരിലേക്ക് എടുത്ത് വന്നതിനെ കുറിച്ച്? നല്ല അഭിപ്രായമല്ലേ? ഒരു മാറ്റം അല്ലേ? ഒരു കോർപ്പറേഷനും ആവശ്യമാണ്. താങ്ക് യു.
Yeah.